ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ സാങ്കേതിക നവീകരണം ലക്ഷ്യമിടണമെന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡെലിവറി ജോലികളിൽ തൃപ്തരാകുന്നതിനേക്കാൾ യുവാക്കൾ ഹൈടെക് മേഖലയിലേക്ക് ശ്രദ്ധ തിരിക്കണമെന്നും ഡൽഹിയിൽ സ്റ്റാർട്ടപ്പ് മഹാകുംഭ് 2025 പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പുകളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖല ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് പോലെയുള്ള ചെറുകിട ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ ആശങ്ക പങ്കുവച്ച കേന്ദ്രമന്ത്രി, വേതനം കുറവുള്ള ഡെലിവറി ജോലികളിൽ സന്തോഷം കണ്ടെത്താനാണോ യുവാക്കൾ ശ്രമിക്കുന്നതെന്നും ചോദിച്ചു. സ്റ്റാർട്ടപ്പുകൾ സാങ്കേതിക നവീകരണത്തിൽ പിന്നോക്കം പോകുന്നതായുമാണ് പീയൂഷ് ഗോയൽ നിരീക്ഷിച്ചത്. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് തൊഴിൽ രഹിത യുവാക്കളെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുവഴി സമ്പന്നർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകാതെ ഭക്ഷണം ലഭ്യമാക്കുന്നുവെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ ലോകത്തിലെ 3ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. എന്നാൽ ഈ സ്ഥാനം കൊണ്ട് മാത്രം തൃപ്തരാവാൻ സാധിക്കില്ല. സെമി കണ്ടക്ടർ, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ഹൈടെക് മേഖലയിലേക്ക് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിലേക്ക് കൂടുതൽ ഇന്ത്യൻ നിക്ഷേപകരെ ആകർഷിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഐഫോൺ ഉപയോഗിക്കുന്ന വിമാനയാത്രക്കാർക്ക് തത്സമയം ബാഗേജ് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനവുമായി എയർ ഇന്ത്യ. ഏഷ്യൻ എയർലൈനുകളിൽ ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള നീക്കം. യാത്രക്കാരുടെ ബാഗേജ് രസീതുകളിലെ ബാർകോഡ് സ്കാൻ ചെയ്ത് അവരുടെ ചെക്ക് ഇൻ ബാഗുകൾ ആപ്പ് വഴി ട്രാക്ക് ചെയ്യാനാകും. യാത്രയിലുടനീളം ബാഗേജിന്റെ വിവരങ്ങൾ അറിയാൻ സഹായിക്കും. ആപ്പിൾ എയർ ടാഗിനെ ബാഗേജ് ട്രാക്കിംഗ് സിസ്റ്റവുമായും മൊബൈൽ ആപ്പുമായും സംയോജിപ്പിച്ചാണ് ഈ സൗകര്യം. എയർ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ആപ്പിലും ബാഗേജ് ട്രാക്കിംഗ് ഫീച്ചർ ചേർത്തിട്ടുണ്ട്. ലഗേജ് നഷ്ടപ്പെടുകയോ കാലതാമസം നേരിടുന്നതോ ആയ പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. എയർലൈൻ ജീവനക്കാരുമായി ബന്ധപ്പെടാതെ ബാഗേജ് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകുന്ന ചുരുക്കം ചില കമ്പനികളിൽ ഒന്നായി എയർ ഇന്ത്യ മാറി. ബാഗേജ് കിട്ടിയ ഉടൻ തന്നെ ഷെയർ ലൊക്കേഷൻ അവസാനിക്കും. പരമാവധി 7 ദിവസമാണ് ഇതിന്റെ കാലാവധി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. EPFO അംഗങ്ങൾക്ക് ക്ലെയിം സെറ്റിൽമെന്റ് നടപടികൾ ലളിതമാക്കി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. തുക പിൻവലിക്കുന്നതിനായി ചെക്ക് ലീഫിന്റെയോ ബാങ്ക് പാസ്ബുക്കിന്റെയോ ചിത്രം ഓൺലൈനായി അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധന ഒഴിവാക്കി. പ്രധാനമായും 2 മാറ്റങ്ങളാണ് EPFO നടപ്പാക്കിയത്. ബാങ്ക് പാസ്ബുക്കിന്റെയോ ചെക്ക് ബുക്കിന്റെയോ ചിത്രം ഇനി അപ്ലോഡ് ചെയ്യേണ്ട. പുതുക്കിയ KYC നൽകിയവർക്ക് കഴിഞ്ഞ മെയ് മുതൽ ഇത് നടപ്പാക്കിയിരുന്നു. ഇതുവരെ 1.7 കോടി ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. രണ്ടാമത്തേത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് സീഡ് ചെയ്യുന്നതിന് തൊഴിലുടമയുടെ അംഗീകാരം വേണമെന്ന നിബന്ധന ഒഴിവാക്കിയതാണ്. രാജ്യത്തെ 7.7 കോടിയോളം പേർക്ക് ക്ലെയിം സെറ്റിൽമെന്റ് സമയത്ത് ഇത് ഉപകാരപ്പെടുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. ബാങ്ക് അക്കൗണ്ടുകളെ UAE-നുമായി സീഡ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയുടെ അംഗീകാരം എന്ന നിബന്ധന ഒഴിവാക്കിയത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 1.3 കോടി അംഗങ്ങളാണ് ഇതിനായി അപേക്ഷിച്ചത്. തൊഴിലുടമ ഈ ബാങ്ക് പ്രക്രിയയെ അംഗീകരിക്കാൻ എടുക്കുന്ന ശരാശരി സമയം ഏകദേശം 13 ദിവസങ്ങളാണ്. ഇത് തൊഴിലുടമയുടെ ജോലിഭാരം കൂട്ടുന്നതിനോടൊപ്പം ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് വൈകാനും കാരണമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വ്യാജ കോളുകളുടെ പേരിൽ രാജ്യത്തുടനീളം 1.75 ലക്ഷം ഫോൺ നമ്പറുകൾ റദ്ദാക്കിയതായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്. സ്പാം കോളുകൾക്കെതിരെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ട്രായിയും കർശന നടപടികൾ തുടരുകയാണ്. സ്പാം, വഞ്ചന കോളുകൾ എന്നിവയെക്കുറിച്ച് സഞ്ചാർ സാഥി പോർട്ടൽ വഴി കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കൂടുതൽ അന്വേഷണത്തിൽ 0731 079 080 എന്നീ തുടങ്ങുന്ന ടെലികോം നമ്പറുകളിൽ നിന്ന് ധാരാളം സ്പാം കോളുകൾ വരുന്നതായി കണ്ടെത്തി. വ്യാജ കോളുകൾ മൂലമുള്ള വഞ്ചനകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് പ്രതിദിനം 1.3 കോടി വ്യാജ കോളുകൾ തടയുന്നുണ്ട്. പുതിയ നയങ്ങൾ സാങ്കേതിക വിദ്യ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കർശന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. സ്പാം കോളുകളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി 3 മാസത്തേക്ക് കോളുകൾ കണക്റ്റാകുന്നതിന് മുൻപ് അവബോധ സന്ദേശങ്ങൾ നൽകും. സൈബർ തട്ടിപ്പിന് ഉപയോഗിക്കുന്ന 2.6 കോടി മൊബൈൽ ഫോണുകൾ ഇന്ത്യയുടെ സഞ്ചാർ സാഥി പോർട്ടൽ വഴി റദ്ദാക്കി. മോഷ്ടിക്കപ്പെട്ട 16 ദശലക്ഷം ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഈ പോർട്ടൽ വഴി 86% തട്ടിപ്പ് കോളുകൾ ട്രാക്ക് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുവെന്നും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അറിയിച്ചു. പ്രതിദിനം 13 ദശലക്ഷം വ്യാജ കോളുകൾ തടയുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനപ്രീതിയിൽ കുതിപ്പ് തുടർന്ന മാരുതി ഫ്രോങ്സ് 2 വർഷം കൊണ്ട് വിറ്റഴിച്ചത് 3 ലക്ഷത്തിലധികം യൂണിറ്റുകൾ. 2023 ഡൽഹി ഓട്ടോ എക്സ്പോയിലായിരുന്നു ഫ്രോങ്സിന്റെ മോഡൽ പ്രദർശിപ്പിച്ചത്. പിന്നീട് ഏറെ ജനപ്രീതിയുള്ള മോഡലായി വാഹനം മാറുകയായിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1,34,735 ഫ്രോങ്സ് കാറുകളാണ് മാരുതി വിറ്റത്. അടുത്ത വർഷം വിൽപ്പന 23.36% വർദ്ധിച്ച് 1,66,216 യൂണിറ്റായി. 2 വർഷത്തിനിടെ ആകെ വിൽപ്പന 3,951 യൂണിറ്റുകളിലെത്തി. 10 മാസം കൊണ്ട് 1 ലക്ഷം യൂണിറ്റുകളും 17.3 മാസം കൊണ്ട് 2 ലക്ഷം യൂണിറ്റുകളും വിൽപ്പന നടത്തിയതായി മാരുതി അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിലുള്ള വിൽപ്പനയാണിതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 89.73 PS പവറും 113 Nm ടോർക്കുമുള്ള 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VTT പെട്രോൾ 100.06 PS പവറും 147.6 Nm ടോർക്കുമേകുന്ന 1.0 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് പെട്രോൾ എന്നിങ്ങനെ 2 എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ഫ്രോങ്സ് വിപണിയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് പുക പരിശോധന നടത്താതെ നിരത്തിലോടുന്ന വാഹനങ്ങൾ ഏറുന്നതായി റിപ്പോർട്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ 2023 മോട്ടോർ വാഹന വകുപ്പ് രജിസ്റ്റർ ചെയ്തത് 17,974 കേസുകളാണ്. ഇതിന് ശേഷമുള്ള കണക്ക് വകുപ്പ് ക്രോഡീകരിച്ചിട്ടില്ല. രേഖയിലാണ് ഈ മറുപടി. 2021 പിടിച്ച വാഹനങ്ങളുടെ ഇരട്ടിയിലധികമാണ് 2023 പിടിച്ച് കേസെടുത്തത്. 2022 10,271 വാഹനങ്ങൾ പിടിച്ചു. ഇതിൽ ഭൂരിഭാഗവും പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പഴയ വാഹനങ്ങളാണ്. 2021 മുതൽ 23 വരെ 3 വർഷങ്ങളിലായി കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ വാഹനങ്ങൾ പിടിച്ചത്. 10,126 കേസുകൾ. 2021 കോഴിക്കോട് 1,328 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2022 2,026 ആയിരുന്നു. 2023 ഇത് 6,770 ഉയർന്നു. പാലക്കാട് 949 നിന്ന് 3,049 കാസർഗോഡ് 557 നിന്ന് 2,200 കുതിച്ചു. പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പിടിച്ച പിഴ സംഖ്യയുടെ വിവരവും വകുപ്പിന്റെ കയ്യിലില്ല. BS6, BX4 വാഹനങ്ങൾ 1 വർഷം കഴിഞ്ഞ് വർഷാവർഷം PUCC എടുക്കണം. ഇതിന് താഴെയുള്ളവയ്ക്ക് 6 മാസം കൂടുമ്പോൾ പുതുക്കണം. വാഹനമോടിക്കുമ്പോൾ നിർബന്ധമായും സർട്ടിഫിക്കറ്റ് വേണം. 7 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് എടുത്ത് നൽകിയില്ലെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരുമെന്നാണ് നിയമം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.